അതായത് പുതിയ സ്വർണം പലിശയ്ക്ക് വെക്കുമ്പോൾ അത് മൊത്തത്തിൽ അടച്ചു തീർത്താൽ മാത്രമേ ആ ഒരു സ്വർണം തിരികെ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് ഘട്ടമായിട്ടാണ് ആ ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തെ വിലയിരുത്തുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ ആദ്യ വാരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് 2026 ഏപ്രിൽ 1-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റം RBI കൊണ്ടുവരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരെയല്ലേ ഇത് ബാധിക്കുന്നത്? എന്താണ് സാറിന് പറയാനുള്ളത്? ബേസിക്കലി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് RBI സാധാരണക്കാരെ ബാധിക്കുന്ന നിലയിലുള്ള സ്വർണ്ണ വായ്പാ നയം അല്ലെങ്കിൽ സ്വർണ്ണ വായ്പാ നിയമങ്ങൾ പുതുക്കിയോ അല്ലെങ്കിൽ പരിഷ്കരിച്ചോ എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം. അത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരേ ഒരു ഉത്തരം. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസിലൊന്നും പറയുന്നില്ല. ഞാനും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം ഞാനും ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അന്ന് ശരിക്കും 2025 ജൂൺ 6-ാം തീയതിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വർണ്ണ വായ്പാ നയം അല്ലെങ്കിൽ സ്വർണ്ണ വായ്പാ റെഗുലേഷൻസ് എന്ന് വിളിക്കാവുന്ന മാസ്റ്റർ സർക്കുലർ പുറത്തിറങ്ങി. റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് എന്ന് റിസർവ് ബാങ്ക് പറയുന്ന പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, കോർപ്പറേറ്റ് ബാങ്കുകൾ, ഇവർക്കെല്ലാവർക്കും ബാധകമായിട്ടുള്ള റെഗുലേറ്റഡ് എൻറ്റിറ്റീസിനെ പരക്കെ ബാധിക്കുന്ന നിലവിലുള്ള നിയമങ്ങളെല്ലാം പരിഷ്കരിച്ച് എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് പുതിയൊരു നിയമം പാസ്സാക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തത്. അതൊരു നിയമമല്ല, അതൊരു റെഗുലേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം.